ഞാൻ കണ്ടു കിണ്ടി കിണ്ടി. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു റീ റിലീസ് ചെയ്തതാണ്. ഡയറക്ഷൻ സിബി മലയിൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച പടം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ കൂടി പറയുകയാണ്. ഇത് ഇറങ്ങിയത് 2000 അപ്പോൾ ഇപ്പോൾ ഒരു 23-24 വർഷം എന്തോ ആയി. 2000 ഡിസംബറാന്ന് തോന്നുന്നു. ആ സമയത്ത് ഈ സിനിമ ഇറങ്ങിയപ്പോൾ അട്ടർ ഫ്ലോപ്പായി പോവുകയും ആ സമയത്ത് ഇറങ്ങിയ തെങ്കാശി പട്ടണം ഭയങ്കര ഹിറ്റായി. വേർഡ് ഓഫ് മൗത്തിൽ ഭയങ്കര കയറിപ്പോയ സിനിമ. നല്ല കോമഡി എൻ്റർടൈനർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാതെ ഇങ്ങനത്തെ ഒരു ക്ലാസിക് പടം ഔട്ടായി പോവുകയും ഇന്നത് റീ റിലീസ് ഇന്നലെ ചെയ്തതാണ്. ഇന്ന് ഞാൻ പോയി സിനിമ കണ്ടു. എന്തോന്നടേ, ഞാൻ ഉള്ള കാര്യം എനിക്ക് ഉള്ളിൽ തോന്നിയ കാര്യം പറയാമല്ലോ. ലാലേട്ടൻ പുതിയ സിനിമയൊക്കെ എടുക്കണേ വരെ ഇങ്ങനത്തെ പഴയ പടങ്ങളൊക്കെ, പഴയ കിട്ടില്ല സിനിമകളൊക്കെ റീ റിലീസ് ചെയ്താൽ മാത്രം മതി. അത് കാണാൻ എന്നും ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവും. ആരില്ലെങ്കിലും ഞാൻ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മുടെ മണിച്ചിത്രത്താഴ് റീ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ ഇന്ന് തിയേറ്ററിൽ കാണിച്ചായിരുന്നു. അതും ഞാൻ കാണും. അപ്പോൾ ദേവദൂതൻ ഈ പ്ലോട്ട് വൈസോ സ്ക്രീൻ പ്ലേ വൈസോ കുറേ പേർക്ക് ബോറടിക്കാവുന്ന ഒരു സംഭവമാണ് ആ പടത്തിൽ. കുറേ ചിരിക്കാനും, എന്നുവെച്ചാൽ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ലൈക്ക് കുറേ കാണുമ്പോൾ നമുക്കൊക്കെ അയ്യേ അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരേ ഒരാൾ, ദ കംപ്ലീറ്റ് ആക്ടർ അന്നായിരുന്നു എന്ന് എനിക്കറിയില്ല, കംപ്ലീറ്റ് ആക്ടറിൻ്റെ കുറേ കിടിലൻ പെർഫോമൻസസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. കുറേ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കുറേ പെർഫോമൻസസ് ഉണ്ട്. ആൻഡ് വിദ്യാസാഗർ, അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ്. ലാലേട്ടൻ അത് കറക്റ്റായിട്ട് ഇങ്ങേർക്ക് വേണ്ടി തന്നെ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ എന്തരോ മഹാനുഭാവലു എന്തോന്നായിരുന്നടേത്. ഞാനത് ഇൻസ്റ്റാ റീലിൽ ഹെഡ്ഫോൺസ് വെച്ച് വീട്ടിലത്തെ സ്പീക്കറിൽ ഇതിലൊക്കെ ഞാൻ അങ്ങനെ കേട്ട് രസിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ 200 രൂപ ടിക്കറ്റ് എടുത്തത് പോലും ആ ഒരു സാധനം കേൾക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയും. അതിലേക്ക് ഒരു മടിയില്ല, അതിനു വേണ്ടി മാത്രം പോയ പോലെയായിരുന്നു ഞാൻ. അത് തുടക്കത്തിൽ തന്നെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു ഫീലുണ്ട്. അപ്പോൾ ലാലേട്ടൻ പടങ്ങൾ റീ റിലീസ് ചെയ്യുമ്പോൾ ഓഡിയൻസ് എങ്ങനെയായിരിക്കും ബ്രോ, ഓഡിയൻസ് അലമ്പാണോ, ചത്ത ഓഡിയൻസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഈ പടത്തിന് അവര് എനിക്ക് തോന്നുന്നു കണ്ടത് വെച്ച് മിക്കവരും ആ ഒരു പോർഷൻ മാത്രം എൻജോയ് ചെയ്യാൻ വന്നവരാണ്. ആ ഒരു ഭാഗം മാത്രം എടുത്ത് കണ്ട് അത് മാത്രം ഇരുന്ന് അറ്റ്മോസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നവർ മാത്രമാണ്. കാരണം ഞാൻ ചുറ്റും ഒന്ന് നോക്കി, ഈ പാട്ട് തുടങ്ങിയ സമയത്തൊക്കെ എല്ലാവരും അതിൽ അങ്ങനെ എൻ്റർടൈൻഡ് ആയിരിക്കുകയാണ്. ആൻഡ് പടം കഴിഞ്ഞപ്പോൾ പുറത്ത് ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നു. സിബി മലയിൽ സാറൊക്കെ ആരൊക്കെ വന്നത് ഞാൻ കണ്ടില്ല. സിബി മലയിൽ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഭയങ്കര തിരക്കായിരുന്നു. ഇതിൻ്റെ അവസാനം ആ ഒരു പാട്ട് സിനിമേൻ്റെ അവസാനം കേട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആ കോൺസേർട്ടിലും കൂടി ഇത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോയി. ടോട്ടലി മനസ്സിൽ ഈ പാട്ട് മാത്രം അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ആസിഫ് അലി, അമല പോൾ ചിത്രം, ഷറഫുദ്ദീനൊക്കെ ഉള്ള പടം, ഈ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത ഷോയ്ക്ക് കയറാൻ നിന്നാണ് 3:30 ഷോയ്ക്ക്. എനിക്കത് പറ്റിയില്ല. കാരണം അതിന് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് ആ സിനിമ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ
ഈവൻ ബൈക്ക് ഓടിച്ച് തിരിച്ച് വീട്ടിലെത്തുന്ന സമയം വരെ എൻ്റെ മനസ്സിൽ ഈ സാധനം മാത്രം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലിറ്ററലി സോൺ ഔട്ടായിരുന്നു ഞാൻ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ഈ സിനിമ കാണണം തന്നെ ഉള്ളവർക്ക് പോയി കാണാം. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല, കാരണം കഥയും ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ സിനിമ. ഞാനാണെങ്കിൽ സിനിമയും സംഗീതവും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരാളായത് കൊണ്ട് ഈ സിനിമേൻ്റെ സംഗീതം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയ ഒരാളായിരുന്നു ഞാൻ. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ബേസിക് പ്ലോട്ട് ബേസിക് ഒരു ത്രില്ലിങ് എലമെന്റ് ഒക്കെ കൊണ്ടുവരുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. കുറേ എന്താ പറയുക, നമുക്ക് ദഹിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ. കുറേ ബോറടിക്കുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ട്, ശരിയാണ്. സ്റ്റിൽ ഇതൊരു ക്ലാസിക് പടം തന്നെയായിരുന്നു. അതെ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, വല്ലാണ്ട് മനസ്സിൽ കൊണ്ടു. അത്രേ ഉള്ളൂ, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. കിട്ടില്ല എക്സ്പീരിയൻസ്. അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ്.